രേഷ്മയുടെ കുഞ്ഞാലി മരക്കാരന്റെ വിശേഷം നമ്മൾ ചോദിച്ചില്ല. ആ സിനിമയിൽ പാട്ട് പാടി 5 ഭാഷകളിൽ ആ പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിന്റെ പിന്നിലും കുറെ രസകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോണി ചേട്ടനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. ചേട്ടൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്, എൻ്റെ വീടിന്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഈ കമ്പോസിങ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നെ വിളിക്കും, ഉടനെ വിളിച്ചിട്ട് ഇങ്ങനെ പാടിക്കും. അപ്പോൾ പ്രിയൻ സാറിന്റെ തന്നെ മരക്കാരന്റെ ഈ ഒരു സോങ്ങിന്റെ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ വിനീതേട്ടനും ശ്വേത ചേച്ചിയും പാടിയ ഒരു പാട്ടുണ്ട്, കണ്ണിലെന്റെ കണ്ണെറിഞ്ഞു കാണണം. അപ്പോൾ അതിന്റെ ലിറിക്സ് റഫ് എല്ലാം എഴുതിയിട്ട് ജസ്റ്റ് ആ ലിറിക്സ് ട്യൂണിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ട്രാക്ക് പാടിയത് ഞാനാണ്, ശ്വേത ചേച്ചിയുടെ പോർഷൻ. അപ്പം അങ്ങനെ പാടിയിട്ട് ഏറ്റവും അവസാനമാണ് ഇങ്ങനെ നീയേൻ തായെന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പുള്ളി കമ്പോസ് ചെയ്തിട്ട് ചെന്നൈയിൽ നിന്ന് കമ്പോസ് ചെയ്തിട്ട് വന്നു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ട്രാക്ക് നമുക്കൊന്ന് പാടി അയച്ച് നോക്കാം, എന്ത് പറയുന്നു നോക്കാന്ന് പറഞ്ഞിട്ട് അത് വേറെ സിംഗേഴ്സ് ഒന്നും പ്രിയൻ സാർ സജസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ റോണി ചേട്ടൻ പറഞ്ഞു, നീ എന്നെ ഒന്ന് പാട്, നമുക്കൊന്ന് ഇത് ആക്ച്വലി ആദ്യം സോളോ ആയിരുന്നു, എല്ലാ ഫുൾ പോർഷൻസും ഞാൻ തന്നെയാണ് പാടിയത്. എന്നിട്ട് അത് പ്രിയൻ സാറിന് അയച്ചു കൊടുത്തു. പ്രിയൻ സാർ കേട്ടു, സിംഗർ ഇത് തന്നെ മതിയെന്ന് ഫൈനലൈസ് ചെയ്തു. പിന്നെ കൂടെ മലയാളത്തിൽ ഹരിശങ്കറും പിന്നെ ബാക്കി എല്ലാ ലാംഗ്വേജിലും ശ്രീകാന്ത് ആണ്. ബാക്കി എല്ലാ ലാംഗ്വേജിലും രേഷ്മ തന്നെ വേണമെന്ന് പ്രിയൻ സാർ. അതിലും വേറെ ട്വിസ്റ്റ് ഉണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്വരം പോർഷൻസ് ഉണ്ട്. അപ്പോൾ വേറെ സിംഗറിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വരം പോർഷൻസ് എല്ലാം കോറസ് പാടിയത് ഞാനാണ്, എന്റെയാണ് മെയിൻ വോയിസ് കിടക്കുന്നത്. അപ്പോൾ വേറൊരു സിംഗറിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ മാറ്റി പാടേണ്ടി വരും. അത് വേറൊരു കാര്യം. മൊത്തത്തിൽ ഭാഗ്യം നിറഞ്ഞു നിൽക്കുകയാണ് രേഷ്മയ്ക്ക്.